നമസ്കാരം. പൂവാടൻ ഗേറ്റിൽ റെയിൽവേ സിഗ്നൽ കേബിൾ മുറിച്ചു മാറ്റിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. അസം സൽമാര നോർത്ത് സ്വദേശി മനോവർ അലി, അസം ബാർപേട്ട സ്വദേശി അബ്ബാസ് അലി എന്നിവരെയാണ് കോഴിക്കോട് RPF ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച 12 മീറ്റർ സിഗ്നൽ കേബിളും ഇത് മുറിക്കാൻ ഉപയോഗിച്ച ആക്സോ ബ്ലേഡും കണ്ടെടുത്തു. വടകര പരവന്തലയ്ക്ക് സമീപം പഴയ വീട് വാടകയ്ക്കെടുത്ത് ആക്രി കച്ചവടം നടത്തുന്നവരാണ് 2 പേരും. മനോവർ അലിയാണ് പൂവാടൻ ഗേറ്റിലെത്തി കേബിൾ മുറിച്ചുകൊണ്ടുപോയത്. അബ്ബാസ് അലിയാണ് ആക്രി കച്ചവടത്തിന്റെ ഉടമ. സിഗ്നൽ കേബിൾ മുറിഞ്ഞതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ വടകരയ്ക്കും മാഹിക്കും ഇടയിൽ സിഗ്നൽ സംവിധാനം താറുമാറായി 10ഓളം തീവണ്ടികൾ വൈകിയിരുന്നു. കേബിൾ മുറിച്ച സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ RPF സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടെ റെയിൽവേ ട്രാക്കിന് സമീപത്തായി മനോവർ അലിയെ കണ്ടു. സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോൾ കേബിളിന്റെ ഒരു ഭാഗം കൈവശം കണ്ടെത്തി. തുടർന്ന് ആക്രി കച്ചവടം നടത്തുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ ബാക്കി ഭാഗവും കണ്ടെടുക്കുകയായിരുന്നു. വടകര RPF സബ് ഇൻസ്പെക്ടർ ടീം ധന്യ, ASI PB ബിനീഷ്, ഹെഡ് കോൺസ്റ്റബിൾ സിറാജ് കെ മേനോൻ, അബ്ദുൾ മജീദ്, K സജിത്, P മനോഹരൻ എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. കേബിൾ മുറിച്ചത് കൃത്യസമയത്ത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. സിഗ്നൽ അട്ടിമറിയിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് വടകരയ്ക്കും മാഹിക്കും ഇടയിൽ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നില്ലെന്ന് വിവരം റെയിൽവേക്ക് കിട്ടിയത്. ഇതോടെ റെയിൽവേ ജാഗ്രതയിലായി തീവണ്ടി ഗതാഗതം തന്നെ നിർത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പൂവാടൻ ഗേറ്റിലെ കേബിൾ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവിടെ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ കേബിൾ പുറത്താണുള്ളത്. സാധാരണ ഭൂമിക്കടിയിലാണ് കേബിൾ ഉണ്ടാവുക. ചെറിയൊരു ഭാഗത്ത് കേബിൾ സമീപത്തെ മരത്തിലും മറ്റുമായി കെട്ടിയിട്ടിരിക്കുകയാണ്. നല്ല വിലയുള്ള കേബിൾ ആയതിനാൽ ഇത് നേരത്തെ കണ്ടുവച്ചവരാണ് മോഷണത്തിന് പിന്നിലെന്ന സംശയത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. തകരാറ് കണ്ടുപിടിച്ചതോടെ റെയിൽവേയുടെ സിഗ്നൽ വിഭാഗം സ്ഥലത്തെത്തി 10 മണിയോടെ കേബിൾ യോജിപ്പിച്ച് സിഗ്നൽ സംവിധാനം പൂർവ്വസ്ഥിതിയിലാക്കി. കേബിൾ മുറിഞ്ഞതോടെ തീവണ്ടികൾ നിർത്തിയിട്ടിരുന്നു. കേബിൾ മുറിഞ്ഞത് മൂലമുള്ള സിഗ്നൽ തകരാർ അതിവേഗം കണ്ടെത്തിയതായിരുന്നു ഇതിൽ നിർണായകമായത്. കേബിൾ മുറിക്കുന്നതിനോടനുബന്ധിച്ച് തീവണ്ടി വന്നിരുന്നുവെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്കും കാരണമാകുമായിരുന്നു. വടകര സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് ലോക്കോ പൈലറ്റ്മാർക്ക് മെമ്മോ എത്തിച്ചാണ് യാത്ര തുടർന്നത്. RPF കോഴിക്കോട് ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു.